ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കേരള ലഞ്ച് മെനു സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ മെനു മത്തിക്കറി, ചെറുപയർ തോരൻ, പിന്നെ ചേന ഫ്രൈ. സിമ്പിൾ മെനു ആണ്. ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ചേന ഫ്രൈക്ക് ഞാനിവിടെ ചേന സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കുറച്ച് കട്ടിയുള്ള പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിനൊരു മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ തോരനാണ്. അതിന് ചെറുപയർ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുപയറിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് കടുക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, പച്ചമുളക്, തേങ്ങ, കരിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി മീൻ കറിക്ക് നമുക്ക് കടുക്, ഉലുവ, പിന്നെ കുറച്ച് കശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, പിന്നെ ഒരു 2 കഷ്ണം കൊടംപുളി എടുത്തിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഒരു 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ. ഇതുകൂടാണ്ട് നമുക്ക് വെളിച്ചെണ്ണയും പിന്നെ എല്ലാ ഡിഷിനും ആവശ്യമുള്ള ഉപ്പും വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ചെറുപയർ വേവിക്കാൻ വെക്കാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് അത് മാറ്റിയിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപയർ വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് അടച്ചിട്ട് ഒരു 3-4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചേനയിൽ മസാല പുരട്ടി വെക്കാം. അതിന് ഈ പൊടിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊരു മസാല റെഡിയാക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്ത് നോക്കുക. പിന്നെയും വെള്ളം വേണമെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. ഇതിലേക്ക് ഇനിയും കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് റെഡിയാക്കാം. ഇനി ചേനയിലേക്ക് നന്നായിട്ട് പുരട്ടിയെടുക്കാം. അപ്പോൾ ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ മറന്നുപോയി. കുറച്ച് അരിപ്പൊടി ചേർക്കണം ഇതിൽ. അരിപ്പൊടി ചേർക്കുമ്പോൾ ഈ ചേന നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അത് ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനത് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാ മസാലയും അരിപ്പൊടിയും ചേനയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മത്തിയാണ് ഉപയോഗിക്കണമെന്ന്. അപ്പോൾ അത് വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ ഒരു ചട്ടിയിൽ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക്, ഉലുവയും ചേർത്ത് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി ഉലുവ ചുവന്ന് വരട്ടെ. അത് റെഡി ആയിട്ടുണ്ട്. ഇനി കരിവേപ്പില ചേർക്കാം. കരിവേപ്പില ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, കശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ചേർക്കുക. ഈ പൊടികളും എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീ നന്നായി കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ചോന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞത്,
വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞതും ചേർക്കാം. ഇനി അതും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മസാല നന്നായിട്ട് കുക്കായിട്ട് വരണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുടംപുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. വേണമെങ്കിൽ പുളി മാറ്റി വെച്ചിട്ട് വെള്ളം മാത്രം ഒഴിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി ചേർക്കാം. ഞാൻ രണ്ടും ചേർക്കാൻ പോവാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ചെറിയൊരു തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സ്റ്റേജിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇത് നന്നായി തിളച്ച് വരട്ടെ. ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു 3/4 കപ്പ് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം ചട്ടി ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിട്ട് ഇളക്കാൻ പാടില്ല. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൂടിയിട്ട് അടച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ചെറുപയർ നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനൊരു തേങ്ങ നമുക്ക് അരച്ചെടുക്കണം. മുളകും ജീരകവും കരിവേപ്പിലയും ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ചതച്ചെടുത്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ ഞാനൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിക്കാനിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ വേവിച്ച് വെച്ച ചെറുപയറും അത് വേവിക്കാൻ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ അതും കൂടി ചേർക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനാണ് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെള്ളം വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് മീനൊന്ന് ചെക്ക് ചെയ്യാം. മീനൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടെ ചെറുപയർ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ടല്ലോ ഈ മിക്സ്ചർ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുപയർ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് അടുപ്പത്ത് ഇരുന്നോട്ടെ. അപ്പോൾ 2-3 മിനിറ്റ് നേരം ചെറുപയർ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയെടുത്ത് വയ്ക്കാം. അപ്പോൾ മീൻകറി നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ച് കറിവേപ്പില മുകളിൽ കൂടെ ഇട്ടിട്ട് മീൻകറി ഇറക്കി വെക്കാം. പക്ഷെ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനൊരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം.
എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു ചീൻചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഇട്ടിട്ട് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ചേന ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മസാല പരത്തി വെച്ച ചേന ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ചേന വെന്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതി. ഇപ്പം ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ്. ഏകദേശം വെന്തുണ്ട്. ഇപ്പോൾ ചേന നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാണ്. നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കാം. അപ്പോൾ ഈ സിമ്പിൾ മെനു നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.